പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ മിറക്കിൾ ഓഫ് സയൻസ് ഓഫ് മിനിസ്ട്രിയുടെ നാമത്തിലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പൈതൽ ഫാനി ജോസ് ഈസ് ഓൺ ദ ലൈൻ. ഫാനി, യു ക്യാൻ സ്റ്റാർട്ട്. താങ്ക് യു. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി മിറക്കിൾ സയൻസ് ഓഫ് ജീസസ് മിനിസ്ട്രി എന്ന ഈ കൂട്ടായ്മയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാൻ കർത്താവിന്റെ ആത്മാവ് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഈ ആരാധനയിലേക്ക് ദൈവനാമത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. തികഞ്ഞ പ്രാർത്ഥനയോടെ അങ്ങേയറ്റം ദൈവ സാന്നിധ്യത്തോടെ ദൈവാശ്രയബോധത്തോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിപ്പാനിടയായി തീരട്ടെ. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം വിശുദ്ധി ഭയങ്കരനായ ദൈവം. അവിടുന്ന് വിശുദ്ധി മഹിമയുള്ള ദൈവമാണ്. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും, ഞാൻ സ്നേഹിക്കുന്ന ദൈവം വിശുദ്ധി ഭയങ്കരനാണ്. നമ്മൾ അശുദ്ധരായിരുന്നു, ദൈവം നമ്മളെ വിശുദ്ധരാക്കി മാറ്റി. കരുണയിൽ സമ്പന്നനായ ദൈവം നമ്മളെ സ്നേഹിച്ച ആ മഹാസ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ കൃപയാൽ ഉളവായ ഗാനമാണ്. ആമേൻ. ഈ ദൈവസ്നേഹം കർത്താവിന്റെ ഗാനമാണ്. ദൈവത്തിന്റെ സ്നേഹത്തെയും ആ സാന്നിധ്യത്തെയും അനുഭവിച്ചറിയുന്ന എല്ലാവരും കൂടെ ചേർന്ന് എന്നോടൊപ്പം ഈ ഗാനം പാടണം. സ്വർഗം ഈ ആരാധനയിൽ സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. ഈ പാട്ടിന്റെ അടുത്ത വരിയിലാണ്, നമ്മിൽ തന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എല്ലാം നന്നായി ചെയ്യുവാൻ കഴിവുള്ള ദൈവം. പ്രിയരെ, ദൈവത്തിന്റെ ആ മെഷർലെസ് പവറിനെ നമ്മൾ രുചിച്ചറിയണം. നമ്മൾ അത് രുചിച്ചറിയണം, അനുഭവിച്ചറിയണം. ആ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ഈ പാട്ടിലൂടെ പകരുവാനിടയായി തീരട്ടെ. നമുക്ക് ഒന്നിച്ച് പാടാം. വിശുദ്ധി ഭയങ്കരൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
അത്യന്തം പരമായി നടത്തുന്നോനെ. നമ്മിൽ തന്ന ശക്തിയാൽ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി നടത്തുന്നോനെ. കരുണയിൻ സമ്പന്നനെ സ്നേഹിച്ചമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. കരുണയിൻ സമ്പന്നനെ സ്നേഹിച്ചമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റുന്ന ആശ്ചര്യമേ. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റുന്ന ആശ്ചര്യമേ. കരുണയിൻ സമ്പന്നനെ സ്നേഹിച്ചമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. കരുണയിൻ സമ്പന്നനെ സ്നേഹിച്ചമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, അങ്ങ് വിശുദ്ധി ഭയങ്കരനാണ്, അങ്ങ് മഹിമയിൽ വാഴുന്നവനാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സർവസ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഓ റബബ റഖല റഖബ റഖന സെകതന റെകതെരെ ശാബരബ റെകെരെതെരിയ റഗന റെവെനെ റെവെനെ റെതെനെ റെതെസി തെരെരെ ഷെതെരെ ഷെതെതി. നമ്മൾ ഒരുമിച്ച് കൈകൾ അടിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ അഭിഷേകത്തിൽ കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവിടുന്ന് സകലത്തിനും സൃഷ്ടി ചെയ്തവൻ, സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ ദൈവം. അവിടുന്ന് സകലത്തിനും പരിപാലകനായ ദൈവം, സകലരിലും പരമോന്നതനായ ദൈവം. അവിടുന്ന് സർവശക്തനാണ്, എൽശദ്ദായിയാണ്. യേശു സർവജ്ഞാനിയാണ്. ആമേൻ. എന്റെ യേശു ആദിയും അന്തവുമാണ്, ഉറപ്പുള്ള പാറയും കോട്ടയുമാണ്. ഹല്ലേലൂയ. ആമേൻ. വഴിയും സത്യവും ജീവനുമായ ദൈവം, ഏക രക്ഷാമാർഗമായ ദൈവം. ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇരിക്കുന്ന ഓരോ കൂടാരങ്ങളിലും ചലിക്കട്ടെ. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്.
സകലത്തിലും പരിപാലകനെ, സകലത്തെയും കിട്ടിച്ചേതവനെ, സകലത്തിലും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയുമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ആദിയും അന്തവുമായവനേ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. ആദിയും അന്തവുമായവനേ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. വഴിയും സത്യവുമായവനേ, ഏകരക്ഷാമാർഗമായവനേ. വഴിയും സത്യവുമായവനേ, ഏകരക്ഷാമാർഗമായവനേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഓ പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. രമണാധികരം ജഗനാധികരം ശകലം ധനവന്ത ജഗനാധികരേ ജഗേ ജഗേ ജഗദോദികരേ രക്ഷാനാ രക്ഷാനാ മാരേ കെത്തെ തേരേ തേരേ ജലേ തേരേ ജാനാ ജാനാ ജഗനാധികരം ശക്തേരേ രക്ഷേരേ തേരേ ജാനാ അന്താരാ നാനാ നാനാ മക്കേനോ ദക്കോ ദോദോ രക്ഷേഖോലോ തേരേ തേരേ ജഗനാധികരേ. അപ്പാ സകലത്തിലും പരമോന്നതനായ നീ, സകല രാജാക്കന്മാരെക്കാളും ഉന്നതൻ. അങ്ങേ ഞങ്ങൾ വാഴ്ത്തും, അങ്ങേ ഞങ്ങൾ വണങ്ങും, അങ്ങേ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. രാജാലാകാല ശകലാകലാല അൽത്താരികാലമാല ഹസ്തേരയ രാഗാനാസ്തേനെ. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ പിതാവേ, അങ്ങയുടെ ജനത്തിന്റെ നടുവിൽ അങ്ങ് നടകൊള്ളുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങേ പോലെ ശ്രേഷ്ഠനായവൻ വേറെ ഇല്ല കർത്താവെ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു പിതാവേ. അങ്ങയുടെ ജനത്തെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൃപയോടെ നിർത്തുന്നതിനാൽ സ്തോത്രം. ദൈവികമായ എല്ലാ നിറവുകൾക്കും ദൈവിക പദ്ധതികൾക്കും ദൈവത്തിന്റെ ഇടപെടലുകൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങളിലേക്ക് ഈ ജനത്തെ കൊണ്ടുപോകണം. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ അവസരമൊക്കെ തന്നെ മാറ്റി പാസ്റ്ററോടും ഈ മിനിസ്ട്രിയോടും ഒരു പ്രാവശ്യം കൂടി ദൈവനാമത്തിൽ ഹൃദയങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിന്റെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരിച്ച ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന പുരുഷാരത്തിന്റെ മുമ്പിൽ നിർത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. വചനം പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം. ആമേൻ. ആ ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് ഇനിയും അത്ഭുതങ്ങളെ ചെയ്യും. അത്തരത്തിലുള്ളൊരു സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ലിസിക്കുട്ടിയാണ്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണകരമായ അവസ്ഥകൾ, ആ രോഗത്തിന്റെ പേരെന്ന് പറയുന്നത് സെറിബ്രൽ അന്യൂറിസം എന്നാണ്.
ഒരു തരത്തിലും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ പറഞ്ഞപ്പോൾ 1% പോലും ജീവൻ ശേഷിക്കയില്ല, 24 മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകും, നിങ്ങൾ എല്ലാ സെമിട്രിയുടെ കാര്യങ്ങൾ ശരിയാക്കിക്കൊള്ളാൻ പറഞ്ഞ സ്ഥാനത്ത് ആമേൻ ദൈവത്തിന്റെ ഭൃത്യന്മാരെ ഭവനത്തിൽ അയച്ച് അത്ഭുതകരമായി ആമേൻ വേഗത്തിൽ എഴുന്നേൽപ്പിച്ച കർത്താവിന്റെ സാക്ഷിയാക്കി ഇന്ന് പലയിടങ്ങളിലും ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. സിസ്റ്ററിന്റെ നാവിലൂടെ തന്നെ നമുക്ക് അത്ഭുത സാക്ഷ്യം കേൾക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാക്ഷ്യം പറയുവാനായി ലിസിക്കുട്ടി ആന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് ജോയിൻ. സിസ്റ്റർ അത് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. സിസ്റ്റർ ആ റെഡ് ബട്ടൺ അമർത്തിയാൽ മതി, സൈഡിൽ അൺമ്യൂട്ട് ചെയ്യാം. ഒരു റെഡ് ബട്ടണോ ക്രോസ് ബട്ടണോ അതെല്ലാം ഓക്കെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തില്, ഇന്ത്യൻ സമയം പ്രഭാതത്തില് ഇങ്ങനെ മിറക്കിൾ ജീസസും മിറക്കിൾസ് മീറ്റിംഗിലേക്ക് പങ്കുചേരുവാൻ തക്കണം, ഇവിടെ കടന്നു വരുവാൻ തക്കണം ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയെന്ന് മാത്രമാണ്. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ തന്നെ പ്രകാരം ഇപ്പോൾ നിൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ പേര് ലിസിക്കുട്ടി എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ പുളിക്കൽ കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാണന് വേണ്ടി കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തിയെ ഞാൻ ഇന്ന് പോൽക്കാലം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറയുമ്പോൾ എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ ഇന്ന് ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്ന സകല ഭക്തന്മാരുമായുള്ളൊരു വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സങ്കീർത്തനം 66:16. ഹല്ലേലൂയ. ഇപ്രകാരം എൻ്റെ പ്രാണന് വേണ്ടി കർത്താവ് ചെയ്തത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ ഒരു സാക്ഷി മറ്റു സാക്ഷി ഉളവാക്കണം. അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരണം ഒന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്രകാരം ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിലെ ഇങ്ങനെ സാക്ഷീകരിപ്പാൻ തക്കണം സ്വർഗം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജോലിയോടനുബന്ധിച്ച് ഡൽഹിയുടെ പ്രദേശത്തായിരുന്നു. റെഡ് ക്രോസ് സൊസൈറ്റി ഹോസ്പിറ്റൽ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദനയായിരുന്നു ആദ്യ കാരണങ്ങള്. തലവേദന ഇങ്ങനെ വന്ന് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴേക്ക് തലവേദനയൊക്കെ ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാരെ കാണിച്ച് അപ്രകാരം മെഡിസിൻ എടുക്കുന്ന ഒരു ശീലമായിരുന്നു. അത് കുറച്ച് നാളിങ്ങനെ കടന്നുപോയി. പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നേഴ്സറിയിലായിരുന്നു. ആ നേഴ്സറി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ പെട്ടെന്ന് എനിക്ക് തലവേദന കൂടി. ഞാനിങ്ങനെ ടേബിളിന്റെ മുറിലേക്ക് ഇങ്ങനെ തല ചായച്ച് കിടന്നു. അപ്പോൾ താഴെ നിന്ന ഗേറ്റ് കീപ്പർ, ഞാൻ നിൽക്കുന്ന റൂം എന്ന് പറയുന്നത് മുഴുവൻ ഗ്ലാസ് ആണ്, അതിൽ കൂടി കണ്ടു. എഴുന്നേക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അദ്ദേഹം ചെന്ന് മേട്ടനോട് ഇൻഫോം ചെയ്തു. ഈ മേട്ടനും അവരൊക്കെ വിളിച്ചിട്ട് ഫോൺ അടിച്ചിട്ടൊന്നും എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരും കുറച്ച് സ്റ്റാഫും കൂടെ കയറി വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടത്. അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദനയോടും മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആ നിമിഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നിമിഷ നേരം കൊണ്ട് എൻ്റെ തലയും പെടലിയും ഒരുപോലെ നീര് വെച്ചങ്ങ് വീർത്തു. ഹല്ലേലൂയ. ഭയങ്കരമായിട്ട് സ്വെല്ലിംഗ് ആയിട്ട് വല്ലാത്തൊരവസ്ഥ. പെട്ടെന്ന് ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്ന് അവിടെ തന്നെ കിടത്തി. അവര് ഉറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ തന്നു. എന്നാൽ ഉറക്കം വരുന്നുണ്ട്, എന്നാൽ തന്നെയും നമുക്ക് ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. അതോടുകൂടി എനിക്ക് വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും എല്ലാവർക്കും ഒരു ഭയമായി. കാരണം ഒരിക്കലും കാണാത്ത രീതിയിലായിരുന്നു ആ അവസ്ഥ. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഞാനൊന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. കുറച്ചു നാൾ ജോലി ചെയ്തു. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഓടി വരുന്നത്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിൽ വളരെ ഭാരം തട്ടി. കാരണം ഇങ്ങനെ നിന്ന് പോയാൽ എന്ത് ചെയ്യും?
ഒരു ഉപജീവന മാർഗമാണല്ലോ ഞാൻ ഓർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. എന്നാല് അനേക ഡോക്ടർമാർ കടന്നു വന്ന് അവർ എനിക്ക് വേണ്ടി ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അവസാനം എക്സ്റേകളൊക്കെ എടുത്തു. എന്താണ് കാരണമെന്ന്, തലയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഒത്തിരി എക്സ്റേകളൊക്കെ എടുത്തു. അപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇത്രയും എക്സ്റേ ഒന്നും എടുക്കണ്ട, അതും നമുക്കൊരു ദോഷമായിട്ട് ശരീരത്തിന് കേടുവരും എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെയും ആ ഒരു സാഹചര്യത്തിൽ അവർ അതെല്ലാം ചെയ്തു. എന്നിട്ടും യാതൊരു ഹോപ്പും കാണുന്നില്ല. കാരണം എന്താ രോഗം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ വെളിയിൽ നിന്ന് ഡോക്ടേഴ്സിനെ വരുത്തി. ഡോക്ടേഴ്സ് എല്ലാം കടന്നു വന്നിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ചിലർ പറഞ്ഞു മെനിഞ്ചൈറ്റിസ് ആയിരിക്കും, ചിലർ പറഞ്ഞു ടൈഫോയിഡ് കൂടിയതാ, അങ്ങനെയൊക്കെ പറയും. നട്ടല് വെച്ച് വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് യാതൊന്നും അറിയാനില്ല. ഹല്ലേലൂയ. അവിടുന്ന് ഒരു ആംബുലൻസിലെ എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ലാസ്റ്റില് എല്ലാ ഹോസ്പിറ്റലിലും മോഹൻലാൽ യുപിയിലും ഡൽഹിയിലുമുള്ള സകല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി യാതൊരു പ്രയോജനമില്ല. എല്ലാ ഡോക്ടേഴ്സും കൈമലർത്തുകയാണ്. അവസാന നിമിഷത്തിൽ ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് ഡൽഹിയിലുള്ള സെന്റ് സ്റ്റീവൻ ഹോസ്പിറ്റലാണ് സ്കാനിങ് നടന്നത്. അവിടെ വെച്ച് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് കണ്ട മാത്രം തന്നെ എന്റെ മൂത്ത ബ്രദർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞപ്പോഴേക്കും എന്റെ ബ്രദർ കേട്ട് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അവിടുന്ന് പിന്നെ ഡോക്ടേഴ്സ് എല്ലാം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലേക്ക് റെഫർ ചെയ്യാം. അങ്ങനെ പറഞ്ഞു. റിപ്പോർട്ട് കണ്ടിട്ട് അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു യാതൊരു ഹോപ്പും ഇല്ല. കാരണം ഓൾ ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് ശേഷമായിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, അവർ ഇപ്രകാരം പറഞ്ഞു, ഇത് യാതൊരു ഹോപ്പ് നടക്കത്തില്ല. കാരണം ഓപ്പറേഷൻ ചെയ്താൽ 10% പോലും കിട്ടത്തില്ല എന്നാണ് ഡോക്ടേഴ്സ് വിധി എഴുതിയത്. ഹല്ലേലൂയ. പ്രകാരം അവർ പറഞ്ഞു. എങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് എനിക്കൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലായി. ഇത് സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ വലത്ത് സൈഡ് കംപ്ലീറ്റ് പാരാലിസിസ് ആയിപ്പോയി. നാവെല്ലാം താന്ന് ഒന്നും സംസാരിപ്പാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. ഉള്ളിൽ ബോധമുണ്ടെങ്കിലും നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ ഒന്നും 10% പോലും കിട്ടത്തില്ല, 24 മണിക്കൂറിനകം മരിച്ചു പോകുമെന്ന് വിധി എഴുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മൂത്ത സഹോദരി സ്വിറ്റ്സർലൻഡിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷമായിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് വരുന്ന സമയമാണ്. ഞങ്ങൾക്ക് ഒന്നിച്ച് നാട്ടിൽ പോകാനായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ എന്റെ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ലിസിക്ക് തലവേദനയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ, അഡ്മിറ്റ് ആണ് ഓൾ ഇന്ത്യയിലാന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് എന്റെ സഹോദരി അവിടേക്ക് കടന്നു വന്നു. സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഒപ്പിട്ട് തരാം, എനിക്ക് വിട്ടു തരണം, അത് നാട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ റെഡ് ക്രോസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അല്ലേ, ഇത്രയും ഒരു കണ്ടീഷനിൽ എങ്ങനെ നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോകും, അപ്രകാരമാണെങ്കിൽ ഇവിടെ വെച്ച് എല്ലാം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്റെ ചേച്ചി പറഞ്ഞില്ല, എന്റെ മാതാവും എന്റെ സഹോദരിമാരും ഉണ്ട്, സഹോദരങ്ങളുണ്ട്, അവർക്ക് കാണണം എന്ന് പറഞ്ഞാണ് ചേച്ചി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് അവർ വിട്ടുകൊടുത്തത്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ആ ഉണ്ടായ സാഹചര്യങ്ങള് എന്റെ ചേച്ചിയെ വളരെ തളർത്തി കളഞ്ഞു. ഹല്ലേലൂയ. ആദ്യമായിട്ട് നാട്ടിലേക്ക് വരുന്ന സന്ദർഭമാണ്. 5-8 വർഷത്തിന് ശേഷമാണ് കടന്നു വരുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം. സന്തോഷത്തിന്റെ ആ അവസ്ഥ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ദുഃഖത്തിന്റെ ഒരവസ്ഥ ഉണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിട്ട് ഡോക്ടർമാരെല്ലാം പറഞ്ഞു യാതൊരു ഇതും കിട്ടത്തില്ല, നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും യാതൊരു ഫലവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബെഞ്ചമിൻ എന്ന് പറഞ്ഞത് എന്റെ മാതാവിന്റെ ഒരു കസിനാണ്. അദ്ദേഹം ഇന്നിപ്പോ ഈ സമയം ഭൂമി മുഖത്തില്ല. ഹല്ലേലൂയ. അദ്ദേഹം മരിച്ചുപോയി. അന്ന് കണ്ടിട്ട് എയർപോർട്ടിൽ വന്ന് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തിനാ ലീലാമ്മ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, കാരണം ഇത്രയും ഒരു പാഴ്ചെലവ് ചെയ്യണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത്രയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച ഒരു കേസും കേരളത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെല്ലാം എനിക്ക് എന്റെ അസുഖത്തിന്, ആ മാരകമായ അസുഖത്തിന് യാതൊരു ട്രീറ്റ്മെന്റും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എന്റെ രോഗത്തിന്റെ പേരെന്ന് പറഞ്ഞാല് സെറിബ്രൽ അനൂറിസം എന്ന് പറഞ്ഞ മാരകമായ രോഗമായിരുന്നു. അതായത് തലച്ചോറിനകത്ത് ഒരു തലമുടി നാര് പോലെയുള്ള ഞരമ്പ് അതിങ്ങനെ പഴുപ്പും ബ്ലഡുമായിട്ട് ക്ലോട്ടായിട്ട് അതിങ്ങനെ ബലൂൺ പോലെ വീർത്തിരിക്കുകയാണ്.
അത് കണ്ടുപിടിച്ചതിന് ശേഷമായിട്ട് എന്നെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും അവര് മുഴുവൻ ബെൽറ്റ് ഇട്ട് സീറ്റുമായിട്ട് ബന്ധിച്ച്, കാരണം ഒരു മൂവ്മെന്റ് പോലും ഉണ്ടാകരുത്. കാരണം അങ്ങനെ ഉണ്ടായാൽ ആ സെക്കൻഡിൽ ഞരമ്പ് പൊട്ടിയിട്ട് മരണം സംഭവിക്കും. അതുകൊണ്ട് അവർ അങ്ങനെ ശ്രദ്ധിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയും ഉണ്ടാകുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവം കൊണ്ടുപോയ സ്ഥാനത്തെല്ലാം ദൈവത്തിന്റെ കാരം എന്നോട് കൂടിയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, അവിടുന്ന് ഭവനത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ എന്റെ ഫാദറിനെ അറിയുന്ന എല്ലാവരും, കാരണം അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകളാണ് ഞാൻ, പ്രകാരം എല്ലാവരും അറിഞ്ഞ് ഓടിക്കൂടി. ഹല്ലേലൂയ. നാട്ടുകാരും വീട്ടുകാരും സ്വന്തം ബന്ധുമിത്രാദികളെല്ലാം അറിഞ്ഞ് ഓടി വന്ന് എല്ലാവരും ഭയങ്കര കൂട്ടക്കരച്ചിലോടുകൂടി എന്റെ ഭവനത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം അയച്ചിട്ട് ഒരു കർത്താവിന്റെ ദാസനും ഒരു സഹോദരനും കൂടെ ദൈവത്തിന്റെ ദാസന്റെ കൂടെ കടന്നു വന്നു. അപ്പോൾ ഭയങ്കര ജനക്കൂട്ടമാണ് ഭവനത്തിൽ. ഹല്ലേലൂയ. പ്രകാരം ഭവനത്തിൽ വന്നു നിലവിളിയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു. ദൈവത്തിന്റെ ദാസൻ വന്നപ്പോൾ ചുറ്റും നിന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഇത് എന്താണ്? മരിക്കാൻ കിടക്കുന്ന കൊച്ചിനെ നിങ്ങൾ മരിക്കാൻ സമ്മതിക്കത്തില്ല, എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ ദാസനോട് കയർത്തു. അന്നേരം ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ കടന്നു വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, എന്റെ വീട്ടിലുള്ള എന്റെ സഹോദരങ്ങളെ സഹോദരിമാരുടെ എല്ലാവരോടും പറഞ്ഞു, പ്രകാരം പറഞ്ഞു. എല്ലാവരും മുഴങ്കാലിലിരുന്ന് ദൈവത്തോട് തന്റെ കുറവശങ്ങളെ ഏറ്റുപറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിന്റെ ബലഹീനതകളും കുറവശങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് 2 റൗണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദാസനെ പ്രകാരം ഒരു വചനം വെളിപ്പെട്ടു. അത് വെച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, ഹൃദയത്തിൽ അകർത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതാ കർത്താവ് പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ തലമേൽ കൈവച്ചു, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞ് ദൈവത്തിന്റെ ദാസൻ ഓടി, ഹല്ലേലൂയ, എന്റെ കിടക്കക്കരയിൽ വന്ന് എന്റെ തലമേൽ കൈവച്ചു. പ്രിയ ദൈവജനമേ, എനിക്കൊന്ന് മാത്രം അറിയാം. ഹല്ലേലൂയ. എന്റെ തലമേൽ കൈവച്ചപ്പോൾ ഒരു യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ഒരു കരണ്ട് അടിക്കുന്നത് പോലെ ഒരു ശക്തി എന്റെ തലമേൽ വന്നിട്ട് പാദം വരെ ഒരു പെരുപ്പിങ്ങനെ അനുഭവപ്പെട്ടു. എന്തെന്നറിയത്തില്ല, പെട്ടെന്ന് കണ്ണു തുറന്ന് ചാടി എഴുന്നേൽപ്പാനിടയായി. അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഓർത്തു, എങ്ങനെയാ ഞാൻ എന്റെ ഭവനത്തിൽ വന്നത്? ഹല്ലേലൂയ. ഇത്രമാത്രം രോഗബാധയെ കിടന്ന ഞാൻ എങ്ങനെയാണ് എന്റെ ഭവനത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ദൈവത്തിന് അസാധ്യമെന്ന് പറവാൻ ഒന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. ഹല്ലേലൂയ. എന്റെ ഈ വിടുതൽ കണ്ടും കേട്ടും അറിഞ്ഞ ജീവിതങ്ങള്, ഹല്ലേലൂയ, ഞാനോട് കർത്താവിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു, ഒരു പേനായും പേപ്പറും തന്നിട്ട് പറഞ്ഞു, എഴുതാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എഴുതുക. ഞാൻ ഒരു എഴുത്തെഴുതി. ഹല്ലേലൂയ. ദൈവജനമേ, കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം 6 മാസക്കാലം കിടന്ന അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഒരു 3 മാസക്കാലം അബോധാവസ്ഥയിൽ കിടന്നു. ആ അവസ്ഥയിൽ കിടക്കുമ്പോഴും എന്റെ ശരീരത്ത് ഒരു വെള്ളമോ മരുന്നോ യാതൊന്നും ആഹാരമോ കടന്നുകൂടുന്നില്ല. ട്രിപ്പ് ഇടുമ്പോ എല്ലാം അത് വെളിയിലേക്ക് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. അപ്രകാരം എന്നെ ഓൾ ഇന്ത്യയിൽ അങ്ങനെ ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവ മഹത്വം വെളിപ്പെടേണ്ടതിന് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ പ്രവൃത്തി എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. കാരണം സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയുടെ ആണിപ്പടിയുള്ള കരം തൊട്ട് കർത്താവിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, കർത്താവ് ഇന്ന് ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കണം എന്റെ ജീവിതത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കണം സ്വർഗം എന്നെ ഇടിയാക്കി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയ ദൈവജനമേ, ഇന്നും നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ സാക്ഷിയായിട്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ നിമിഷം വരെ നിൽക്കുന്നത് കർത്താവിന്റെ കൃപയെന്ന് മാത്രമാണ്. പുകഴുവാൻ ഒന്നുമില്ല, യാതൊരു യോഗ്യതയില്ല, യാതൊരു അർഹതയുമില്ല. ഹല്ലേലൂയ. വെറും വട്ടപൂജ്യമായിരിക്കുന്ന എന്നെ കർത്താവ് ഇത്രത്തോളം മെനഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇത്രത്തോളം ആക്കി ജീവനുള്ള ദേഹിയെ നിലനിർത്തിയിരിക്കുന്നു. അതിനുശേഷമായിട്ട് പ്രിയ ദൈവജനമേ, നമുക്കറിയാമല്ലോ,
ഈ വിടുതൽ കണ്ടിട്ട് അനേകർക്ക് വളരെ സന്തോഷമായി. അത് ഞാൻ വിടുതൽ പ്രാപിച്ചതിന് ശേഷം എന്റെ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു. വിളിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്: ലിസിക്കുട്ടി, നീ അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളെ നേരിട്ട് വന്ന് കാണണം, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഓ, അത് ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 15 ഞാൻ, ഇത് 1990 എന്റെ ജീവിതത്തിൽ നടന്ന സംഭവം. അതിന് പിറ്റേ വർഷം ഞാൻ ഇങ്ങനെ ജനുവരി 15 കടന്നു പോവുകയാണ്. ഞാനും എന്റെ മൂത്ത സഹോദരനും എന്റെ മാതാവുമായിട്ടാണ് കടന്നു പോകുന്നത്. ഡൽഹിയുടെ പ്രദേശത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പഞ്ചാബി പൂജാരി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ താമസിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ഒരു അപ്പച്ചനാണ്. അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കണ്ട് ലിസിക്കുട്ടി മരിച്ചിട്ടല്ലേ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളായിട്ട് വലിയ ലോഹ്യമാണ്. കാരണം സന്ധ്യയ്ക്ക് പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളായിട്ട് ലോഹ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ അപ്പച്ചൻ. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു, കണ്ടിട്ട് അനേകർക്ക് ലഡു ഒക്കെ കൊടുത്തു. ഹല്ലേലൂയ. അവിടെയുള്ള അപ്പം എല്ലാവരും പറഞ്ഞു ഈ അപ്പച്ചന് വട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഒത്തിരി നിന്ദിച്ചു. ഹല്ലേലൂയ. കാരണം ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരും പറയാൻ തുടങ്ങി. അതിനുശേഷമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ആംബുലൻസുമായിട്ട് എന്റെ കൂട്ടുകാരും എല്ലാവരും കടന്നു വന്നു. അതിൽ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കടന്നു വന്നിട്ട് അവരെന്നെ സ്വീകരിച്ചു. ഹല്ലേലൂയ. ഓടി വന്ന് എന്റെ കൂട്ടുകാരികളെ, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്റെ കൂട്ടുകാരികളെ ഓടി വന്ന് എന്നെ കെട്ടി പിടിച്ച് ചുംബിച്ചു. ഹല്ലേലൂയ ലിസിക്കുട്ടി എന്ന് പറഞ്ഞ് വളരെ എന്റെ വലിയ സങ്കടത്തിലേക്കും ഒരു സന്തോഷത്തിന്റെ ദിനമാണ്. എന്നാൽ വളരെ കരഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നു അവരെല്ലാരും. അങ്ങനെ എന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ രേഖ സരീൻ എന്ന് പറയും, ഡോക്ടർ രേഖ സരീൻ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് വളരെ ഭയമായിരുന്നു. കാരണം എന്റെ ഒരു ഫോട്ടോ അവിടെ വലുതാക്കിയിട്ട് ഒരു ജമന്തിമാല ഇട്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മരിച്ചുപോയി എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. എന്റെ ഫോട്ടോകളെല്ലാം സ്റ്റാമ്പാക്കി കൂട്ടുകാർക്കെല്ലാം കൊടുത്തിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. അപ്രകാരം ഈ ഡോക്ടർ ഇങ്ങനെ എഴുന്നേറ്റിട്ട് എന്റെ കയ്യിൽ ആദ്യം ഒന്ന് ടച്ച് ചെയ്തിട്ട്, നീ തന്നെയാണോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ നോക്കി. പേടിയാണ്, ഭയമാണ്. കാരണം ആ കണ്ടീഷൻ അങ്ങനെയായിരുന്നു, എന്റെ അവസ്ഥ, എന്റെ സാഹചര്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. അപ്രകാരം പിന്നെ വന്ന് കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. ഹല്ലേലൂയ. നിനക്ക് പുതിയൊരു ജന്മം നിന്റെ യേശുക്രിസ്തു തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ആലിംഗനം ചെയ്തു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇതൊക്കെ ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഒരാളെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതായി തീരുന്നത് വരെ കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന ഇതുപോലെ ശോധനകൾ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. എന്നാൽ സഹിപ്പാൻ കഴിയാത്തതൊന്നും നമുക്ക് തരത്തില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്രകാരം ചില കഷ്ടതകൾക്ക് എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്ന് ഡോക്ടർ രേഖ സരീൻ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷമായിട്ട് അവിടെ ഒരു മീറ്റിംഗ് കൂടി. അവിടുത്തെ വലിയ ഡോക്ടേഴ്സും എല്ലാം കടന്നു വന്നിട്ട് എന്നെ കാണാനായിട്ട് ഓൾ ഇന്ത്യയിൽ നിന്നും മോഹൻലാൽ ഹോസ്പിറ്റലിൽ നിന്നും UP-യിലെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആൾക്കാർ കൂടി വന്നു. ഹല്ലേലൂയ. ഒരു മീറ്റിംഗ് കൂടി. 2-3 പേർക്ക് ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തു. ഹല്ലേലൂയ. ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് നേവി ഓഫീസർ ആയിരുന്ന ആൻഡ്രൂസ് ബ്രദർ എന്ന് പറയും, അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്നു, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. യേശുവിനെ കുറിച്ച് പറയുവാൻ തക്കണ ഇടയായി. അങ്ങനെ CK ശർമ്മ എന്ന് പറഞ്ഞൊരു ഡോക്ടർ സർജൻ ഉണ്ടായിരുന്നു സാഹിബാബാദിലുള്ള. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം 3 അറ്റാക്ക് വന്നൊരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് സർജന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അപ്പോഴാണ് എന്റെ ഈ അവസ്ഥ അറിയുന്നത്. പെട്ടെന്ന് റെഡ് ക്രോസിലോട്ട് ഫോൺ ചെയ്തു. ലിസിക്കുട്ടി വന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടം വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ദൈവത്തിന്റെ ദാസനെ വിളിപ്പിച്ചായിരുന്നു അതിന് മുൻപായിട്ട്. അതിന് അദ്ദേഹം വന്നു, ഇവരോട് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് ഡോക്ടർ വർക്കിന് പോകാൻ തക്കണ ഇടയായി. അപ്രകാരം അവർക്കൊരു വിശ്വാസം, അവരുടെയൊക്കെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ അമ്പലം പോലെയൊക്കെ ഉള്ള ആൾക്കാരാണ്, പൂണിലൊക്കെ ഇട്ട ആൾക്കാരാണ്. എന്നാൽ അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞെന്തെന്ന് വെച്ചാല്, അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി, യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ തക്കണം ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ തക്കണം സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ തിരികെ പോരുന്ന സമയത്ത് എന്റെ ഡോക്ടേഴ്സ് ഒക്കെ എന്നോട് ഒത്തിരി വാണിംഗ് ചെയ്തു, നിനക്ക് കല്യാണം പറഞ്ഞിട്ടില്ല, നീ കല്യാണം കഴിക്കരുത്. ഹല്ലേലൂയ. എന്തെന്നറിയാമോ, കല്യാണം കഴിച്ചാൽ അത് പ്രഗ്നൻസി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിന്റെ ഞരമ്പിനെ ബാധിക്കും. ഹല്ലേലൂയ. അത് ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്നാല് നമ്മൾക്കറിയാമല്ലോ കേരളത്തിലൊക്കെ എങ്ങനെയാണ്, കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാല് ഹല്ലേലൂയ, ഒരു ഭവനത്തിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്ക് വളരെ വേദനയാണ്. കാരണം പ്രായപൂർത്തിയായി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവർക്ക് കല്യാണം കഴിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല.
ഹാലലുയ. അത് മാതാപിതാക്കൾക്കാണ് അതിന്റെ വേദന. ഹാലലുയ. അപ്രകാരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു നിന്ദാപാത്രമായി തീരുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവജനമേ, ഒന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അന്ന് കർത്താവിന്റെ ദാസന്റെ കൂടെ കടന്നു വന്ന ആ ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം കല്യാണം കഴിപ്പാൻ തക്കണം ആഗ്രഹിച്ചു. അപ്രകാരം ഒരു വിവാഹം നടന്നു. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. കാരണം ദൈവം സകലതും മുന്നമേ അറിഞ്ഞ് നിശ്ചയിച്ച പ്രകാരം ദൈവം എല്ലാ സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രകാരം വിവാഹം കഴിഞ്ഞ് നടന്നപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്റെ കൂട്ടുകാർക്കും ഡോക്ടേഴ്സിനും വളരെ പ്രയാസമായി. ഇനി എങ്ങനെയായിരിക്കും അവളുടെ ജീവിതം എന്ന് പറഞ്ഞ് എനിക്ക് തിരുതരെ ഫോൺ ചെയ്യും നാട്ടിലേക്ക്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പ്രഗ്നൻസി ആയി. അതിനുശേഷം ഞാൻ ഒരു വർഷം കൂടെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് പോയി. അന്നേരം ഞാൻ പ്രഗ്നൻസി ആയിരുന്നു. 7 മാസം അവിടെ പിന്നെയും വർക്ക് ചെയ്തു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ലായിരുന്നു ഇവർക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ രോഗം ഇനിയും ലിസിക്കുട്ടിക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു തോന്നൽ അവർ എന്നെ നിർത്തിയതാണ്. ഹല്ലേലൂയ. റിസൈൻ കൊടുക്കാനായിട്ടാണ് ഞാൻ ഇരുന്നത്. എന്നാലും അവരത് സ്വീകരിച്ചില്ല. 7 മാസം കൂടെ ഞാൻ നിന്നു. 7-ാം മാസം ആയപ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞില്ല, നിന്റെ ഡെലിവറി ഇവിടെ വെച്ച് നടത്തണം, കാരണം ഓപ്പറേഷൻ ചെയ്യണം, നിനക്ക് നോർമൽ ഡെലിവറി പറ്റത്തില്ല. കാരണം ഇത്രയും ഞരമ്പിനെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗം സെറിബ്രൽ അനൂറിസമ, അത് നിസ്സാരം കളിയില്ല. മുടിനാര് പോലുള്ള ഞരമ്പാണ്. അതിന്റെ ബലം ഇല്ലാത്ത ഒരു അവസ്ഥയല്ല ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് നീ പ്രഗ്നൻസി ആണല്ലോ, നീ പ്രഗ്നന്റ് ആകുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു നിനക്ക് ഡെലിവറി നോർമൽ ആകണം. ഇല്ല, നോർമൽ ആകത്തില്ല. ഡെലിവറി ഓപ്പറേഷൻ, ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങ് ധൃതിയിലാണ്. 7 മാസമേ ആയുള്ളൂ. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഉണ്ട് നിനക്ക് സഹായിക്കാൻ ആൾക്കാരൊക്കെ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ പറഞ്ഞില്ല, എന്റെ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാതാവ് ഉള്ളപ്പോ ഞാൻ അവിടേക്ക് തന്നെ പോകും, നാട്ടിൽ പോകുമെന്ന് പറഞ്ഞ്. അങ്ങനെ വീട്ടിൽ നിന്ന് എനിക്ക് റിസർവേഷൻ ഒക്കെ ചെയ്തു വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നു. 7-ാം മാസമായപ്പോഴേക്കും ഞാൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലാണ് ഡെലിവറി, ആദ്യത്തെ ഡെലിവറി എന്റെ നടക്കുന്നത്. അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, അതിലൊരു ഡോക്ടറാണ്, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല എങ്കിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട ഡോക്ടറെ, നോർമൽ ഡെലിവറി ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചർച്ച ചെയ്തപ്പം വെളിയിൽ വാതുക്കല് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കരം കോർത്ത് പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കയറ്റിയെങ്കിലും അവിടെ നോർമൽ ഡെലിവറി ആകുവാൻ തക്കണ ഇടിയായി. ഹല്ലേലൂയ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. മനുഷ്യർക്കാണ് എല്ലാം അസാധ്യം. കാരണം ഡോക്ടർമാർ പഠിച്ച തിയറിക്കനുസരിച്ച് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. അവരുടെ പ്രവൃത്തി ഏറ്റവും നല്ലത് തന്നെ. എന്നാൽ സർവശക്തനായ സകല അഖിലാണ്ടത്തിന്റെ ഉടയവിന് സൃഷ്ടിതമായ ദൈവം, ഹല്ലേലൂയ, സകലത്തിനും മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങേക്ക് കഴിയാത്തതൊന്നുമില്ല. സകലതും സാധ്യമാക്കി തരുന്ന നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന പ്രിയ ദൈവജനമേ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ പറയാൻ അങ്ങനെ 3 കുഞ്ഞുങ്ങളെ എനിക്ക് കർത്താവ് ദാനമായിട്ട് തന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എനിക്ക് ഇത്രയും രോഗം വന്ന നോർമൽ ഡെലിവറിയിലാണ് 3 കുഞ്ഞുങ്ങളെ എനിക്ക് കർത്താവ് തന്നത്. ഹല്ലേലൂയ. ഒരു സ്കാനിങ്ങിന് വരെയും പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. നോർമൽ ആകരുതെന്നൊക്കെ പറഞ്ഞതാണ്. കാരണം എന്നാൽ നോർമൽ ഡെലിവറിയിലേക്ക് കർത്താവ് ചെയ്തു തന്നു. ഹല്ലേലൂയ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് നോർമൽ ഡെലിവറി ആകുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്തു. അതും ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഹല്ലേലൂയ. നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്താണ് ദൈവത്തിന്റെ കൃപ പകരുന്നത്. ഹല്ലേലൂയ. പ്രകാരം ഒന്ന് ചിന്തിച്ചാല് ഇന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, ഹല്ലേലൂയ, ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെ വേർപിടിവെക്കും വരെ തുളച്ചിലുന്ന വചനമാണ്. നമ്മളത് വിശ്വസിക്കണം. കാരണം കേൾക്കപ്പെടുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ, ഹല്ലേലൂയ, ആ വചനത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഇതെന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. അപ്രകാരം നമ്മൾ ഉരുവിടണം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റു പറയുകയും പലപ്പോഴും സ്നാനപ്പെടുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ കേൾക്കപ്പെടുന്ന വചനം ഏത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വ്യാപരിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയാകാം. സങ്കീർത്തനം 116:8 ഇങ്ങനെ പറയുന്നു, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇത് ഏറ്റവും വളരെ ഹല്ലേലൂയ
അർത്ഥവത്തായ ഒരു വചനമാണ്. കാരണം എന്റെ പ്രാണനെ മരണത്തിൽ നിന്നുമാണ്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്ന ദൈവം കർത്താവ് യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. സകലതും സാധ്യമാക്കാൻ കഴിയും. മനുഷ്യർക്ക് അസാധ്യമാണ് പലതും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാക്കും. ഹല്ലേലൂയ. എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം നമ്മളിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിലും വെളിപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. തന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസിന്റെ വിധി എന്ന് പറയുന്നത് നമ്മള് അറിയാമല്ലോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ, അവിടെ സകല ഡോക്ടർമാരും അന്തം വിട്ട പോലെ ആയിപ്പോ. കാരണം എന്റെ തിരിച്ചു വരവ്. ഹല്ലേലൂയ. അവർ എന്റെ ഹോസ്പിറ്റലിൽ കടന്നു വന്നിട്ട് മലേറിയ സെക്ഷന്റെ ഒരു മാഗസിൻ ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില്. അങ്ങനെ ആ മാഗസിനകത്ത് എന്റെ ടെസ്റ്റ് മണി അവർ എഴുതുവാൻ ഇടയായി. ഹല്ലേലൂയ. അതിന് വന്ന് അവര് ഫോട്ടോ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം വളരെ വളരെ അത്ഭുതമാണെന്ന് അവനോട് പറയാൻ ഇടയായി. ഹല്ലേലൂയ. എന്നെ കാണുവാനിട്ട് അനേകം ഹോസ്പിറ്റലിൽ നിന്നും അനേകം ഡോക്ടേഴ്സ്മാർ കടന്നു വരുവാനിടയായി. പ്രിയ ദൈവജനമേ, നമുക്ക് യാതൊരു യോഗ്യതകളും പറയാനില്ല, യാതൊരു പുണ്യപ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ പറയാനില്ല. എല്ലാം കർത്താവിന്റെ കൃപയെന്ന് മാത്രമാണ്. നമ്മൾ വെറും വട്ടപൂജ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയുവാൻ തക്കണം, ഈ നിമിഷം വരെ കർത്താവിന്റെ കൃപയാണ് അടിയനെ നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്താൽ മുന്നേറാം, വിശ്വാസത്താൽ സകലതും പിടിച്ചടക്കാം. ഹല്ലേലൂയ. എന്റെ ദൈവം ഇത്രമാത്രം അത്ഭുതം ചെയ്ത ദൈവത്തിന്റെ സന്നിധിയില് മുന്നോട്ട് കർത്താവിന്റെ സാക്ഷിയായി തീരണം. ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയായി തീരണം. അതൊന്നു മാത്രമാണ് എന്റെ ആഗ്രഹം. പ്രിയ ജനമേ, ഈ സാക്ഷിയെ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കട്ടെ. ഇതിനെ സഹായിച്ചെന്ന മാധ്യമ സാറിനായി കർത്താവിന്റെ നാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതിനെ സഹിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നതായ എനിക്ക് മീറ്റിംഗിലെ പങ്കെടുക്കാൻ തക്കണം മേരിക്കുട്ടി എം ജി എന്ന് പറഞ്ഞ സാദാസിയാണ് എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുവാൻ ഇടയായത്. പ്രകാരം ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷി നിൽക്കേണ്ടത് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബമായി എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വെച്ചിട്ട് സാക്ഷി. Hallelujah. Praise the Lord.